എല്ലാവർക്കും ഹാപ്പി വിത്ത് സയൻസ് ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ 35 റുപ്പീസിൻ്റെ 15 പ്ലാന്റ് കോംബോ ഇന്നലത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. ഇന്ന് എല്ലാ കസ്റ്റമേഴ്സിനും പ്ലാന്റ് അയച്ചു. 33 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് 15 പ്ലാന്റ് വെച്ച് എത്ര ഉണ്ടായിരിക്കും? 495 രൂപ 95 പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് 15 പ്ലാന്റ് വെച്ചിട്ട് 33 കസ്റ്റമർക്ക് എത്രയായി? 495 പ്ലാൻസ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറേ എൻക്വയറീസ് കയറി വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വിചാരിക്കും ആ സെയിം പ്ലാന്റ് ഒന്നും അല്ല. 40 രൂപയ്ക്ക് ഞാൻ ചെയ്ത അത് അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ 35 രൂപയ്ക്കുള്ളത് അതിനേക്കാളും മീഡിയം ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ സ്മോൾ പ്ലാന്റാണ്. കണ്ടോ, സൈസുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്മോൾ പ്ലാന്റാണ്, കുഞ്ഞാണ്ട് ഓരോ ഇതുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്, കുഞ്ഞ് പ്ലാന്റാണ്, സ്മോൾ പ്ലാന്റാണ്. അതാണ് വില. ഈ വിലയ്ക്ക് അതായത് ഒരു പ്ലാന്റിന് 25 രൂപ. അങ്ങനെ 20 പ്ലാന്റ്സ് കോംബോയാണ് വരുന്നത്. മനസ്സിലായി? 20 പ്ലാന്റ് എടുക്കണം. ഒരു പ്ലാന്റ് 25 രൂപ. മിക്സഡ് കളേഴ്സ് ആയിരിക്കും. ഇന്ന കളർ സെലക്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാതും ഒരേ കളറായിരിക്കത്തില്ല. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ മിക്സ്ഡ് കളറാണ്, ഇന്ന കളറെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. കുറേ എൻക്വയറീസ് വന്നിട്ടാണ് ഞാൻ ചെയ്യാൻ കാരണം. പിന്നെ കുറച്ച് പേരെങ്കിലും വെറുതെ നെഗറ്റീവ് കമൻറ്റ്സ് അറിയാതിരുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇങ്ങനെ നെഗറ്റീവ് കൂടിക്കൊണ്ടിരിക്കും. ഒരു ചാനൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിര പരിപാടിയാണ് നെഗറ്റീവ് കമൻറ്റ് വെറുതെ ഇടുക. ഇവരെൻ്റെ പ്ലാൻ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായ? ഞാൻ അതൊന്നും ആക്കുന്നില്ല. കാരണം ഞാൻ കുറേ നെഗറ്റീവുകളും അവഗണനയും കണ്ടിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇപ്പോഴും എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ ചെടികളെ സ്നേഹിച്ച് ഞാൻ ജീവിക്കുകയാണ്. ജീവിച്ചാലേ പറ്റൂ, നമുക്ക് മരിക്കാൻ പറ്റൂ. നമുക്ക് സൂസൈഡ് എളുപ്പമാണ് അല്ലേ? ജീവിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കുറേ സഫറിങ് കൂടെ സൈസുകൾ വരുന്നത് വന്നുകൊണ്ട് തന്നെ ഞാൻ സ്വയം മരിക്കുന്നില്ല. ദൈവം എന്നെ എപ്പോഴും വിളിക്കണേ, അപ്പോൾ ഞാൻ പോവും. അതുകൊണ്ട് തളർത്താനും തകർക്കാനും വന്നാൽ എനിക്ക് ആശ്രയം ഞാൻ പറയാം ദൈവം മാത്രമാണ്. ഈ ദൈവത്തിനെ കൂട്ടുപിടിക്കുമ്പോൾ ഒരു കാര്യമുണ്ടെന്നറിയോ, നമുക്ക് എപ്പോഴും സഫറിങ് ആയിരിക്കും. പക്ഷേ അവരുടെ കൂടെ ദൈവം എന്ന് പറഞ്ഞ ആളുണ്ട്. നീതിയിലും ക്രമത്തിലും ജീവിക്കുന്നവരുടെ കൂടെ രക്ഷിക്കാൻ അവസാന നിമിഷം ദൈവം രക്ഷിക്കത്തുള്ളൂ. മാത്രം ദൈവം ഉണ്ടായിരിക്കും. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ലേ, ഗോഡ് ഇൻ ഓൾ മൈ. സെക്കൻഡ് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ചെടികളെയാണ്. കാരണം ബാക്കി മനുഷ്യരെ സ്നേഹിച്ചിട്ട് ഞാൻ മതിയായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥരാണ്. എല്ലാ മനുഷ്യരും, മിക്ക മനുഷ്യരും. ഇന്ന് കുറച്ച് നല്ലവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാധാരണ കസ്റ്റമേഴ്സിന്, അതായത് കുറേ ഇൻക്വസ്റ്റ് കൊണ്ട് അതായത് വാങ്ങിക്കാൻ ഒട്ടും പ്രായോഗില്ലാതെ വേണ്ടി മാത്രമാണ്. ഇനി ഒരു പ്രാവശ്യം ഈ 40ൻ്റെ കൊടുത്തവർക്കും 35ൻ്റെ കൊടുത്തവർക്കും ഇനി ഞാൻ കൊടുക്കില്ല. അതൊക്കെ എൻ്റെ ഫോൺ നമ്പറിൽ ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുക. ഇതൊക്കെയാണ് സൈസ് വരുന്നത്. സ്മോൾ പ്ലാന്റാണ്. മനസ്സിലായോ? ചെറിയ സൈസുകളാണ് പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 1000 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ 1000 പ്ലാന്റ് എത്ര കൊടുക്കാൻ പറ്റും? 20 വെച്ചിട്ട് 50 പേർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ 50 പേരെയും ഇരുന്ന് ക്യാൻവാസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ പരമാവധി നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടാണ്ടിരിക്കുക. പിന്നെ മിക്സ്ഡ് കളറാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇന്ന കളറെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാതും ഒരേ കളറല്ല, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്താണോ സൗകര്യം, പ്രൊഫഷനാണെങ്കിൽ പ്രൊഫഷനിൽ, DTC ആണ് DTC. പിന്നെ ചില കേസുകൾ ഡിലേ വരുന്നുണ്ട്. അതായത് ചില നമുക്ക് 3 ദിവസം കൊണ്ട് 4 ദിവസം പിടിക്കും കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എന്താ പറയുക, അതുകൊണ്ടൊന്നും ഈ പ്ലാന്റ് ഒരിക്കലും നശിക്കത്തില്ല. ഓർക്കിഡ് മക്കളെ പൊന്നു പോലെയാണ്. മനസ്സിലായ? ഈ ഒരു തണ്ട് ഇത് മതി അതിനുണ്ടാവാൻ. ഇല മഞ്ഞ ഇലൊന്നും നോക്കി കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ID വിടും. അതനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ ഇൻഫോം ചെയ്യാൻ അത് നോക്കി നിങ്ങൾക്ക് ഓൺലൈനിൽ അറിയാൻ പറ്റും. അറിയാത്തവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. പിന്നെ എൻ്റെ ഫോണിൽ വരുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ കസ്റ്റമേഴ്സ് കയറി വരുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഒരു കസ്റ്റമർ ഡീൽ ചെയ്ത് അവരെ പേയ്മെൻറ്റ് സെറ്റിലാക്കി അഡ്രസ്സ് വാങ്ങിച്ചു. അപ്പോൾ അവരുടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ മുകളിലൊരു 3 ഡോട്ട് ഉണ്ട്, 3 കുത്തുണ്ട്. ആ കുത്തിൽ അമർത്തുമ്പോൾ അതിൽ ഒരു കുറേ ഓപ്ഷൻ വരും, ഡിസപ്പിയറിങ് മെസ്സേജ്. എല്ലാ കസ്റ്റമേഴ്സും ആ ഡിസപ്പിയറിങ് മെസ്സേജ് അമർത്തുമ്പോൾ വേറൊരു കാര്യം കൂടി വരും. അതിലെ കാണിക്കും ഇങ്ങനെ 24 hours, 7 days, 90 days ഓഫ് എന്ന്. അപ്പം നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ വാട്സാപ്പിൽ ഈ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കണം. അതായത് 24 hours ആകുമ്പോൾ എന്നറിയോ, ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾ ചാറ്റ് ചെയ്തതോ നിങ്ങൾ പേയ്മെൻറ്റ് അയച്ച ഇതോ ഷെയർ ചെയ്തതോ അഡ്രസ്സൊന്നും എനിക്ക് കിട്ടത്തില്ല.
പക്ഷെ ഞാൻ ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും നമ്പർ ഇപ്പം അയച്ച 33 പേരെ അഡ്രസ്സും എൻ്റെ ബുക്കിലുണ്ട്, മനസ്സിലായ? അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഒരാൾ ഞാൻ പറ്റിക്ക് ചതിക്കുക ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരാൾ പഠിച്ച നാളെ നമ്മളെ കുറേ പേര് എന്നെ കുറേ പഠിച്ചിട്ടുണ്ട്. തന്നെ ഞാൻ ഓൺലൈനിൽ കുറേ പ്ലാന്റ് വാങ്ങിച്ച ആൾ, പക്ഷേ പലരും എന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പറ്റിച്ചിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല. ഞാൻ നീതിയിൽ ക്രമത്തിൽ ഇതുവരെ ജീവിച്ചേക്കണേ. ആ നീതിയാണ് എന്നെ ഇപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുറേ സഫറിങ് ഉണ്ട്, കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെയാണ് പ്ലാന്റുകൾ. അപ്പോൾ 1000 പ്ലാന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി 1000 പ്ലാന്റ് കൊടുക്കുന്നത് 50 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ എണ്ണം വെച്ചിട്ട്. അപ്പോൾ തന്നെ ഈ 50 കസ്റ്റമേഴ്സ് പരമാവധി നിങ്ങൾ ടൈപ്പ് ചെയ്യുക കസ്റ്റമേഴ്സ്. ഞാൻ എന്നാലും ഞാൻ കുറേ പേര് ആരെന്നെ വിളിക്കേണ്ട, ഇനി വിളിക്കാൻ എനിക്ക് തല്ല. ഇതിൻ്റെ അവസാനത്തെയാണ്. അതായത് ഇനിയൊരു സീഡ്ലിംഗ് കോംബോ ഇല്ല, കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ ഇനി ഈ റേറ്റിനൊന്നും ഇനി ഉണ്ടാവത്തില്ല, മനസ്സിലായോ? ഇനി ഏത് കാലത്ത് വരുന്നത് എനിക്കറിയില്ല. ഇനി എൻ്റെ സീഡ്ലിംഗ് കോംബോ ഇതോടുകൂടി അവസാനിച്ചു. ഇനി ഓർക്കിഡ് വിത്ത് ബഡ് ഞാൻ ചെയ്യുന്നുണ്ട്, അത് അടുത്ത് തന്നെ വരും. പിന്നെ എൻ്റെ പ്ലാന്റ് എനിക്ക് ഇപ്പോൾ സൈഡ്, പിന്നെ അടീനിയത്തിൽ ചെയ്യാനുണ്ട്, അതൊക്കെ കിടക്കാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാണ്. സ്മോൾ പ്ലാന്റ്സ് ആണ് കേട്ടോ, അത് 25 റുപ്പീസിന് പ്ലാന്റ് അത് വരുന്നത്. വേണ്ട, ഇതൊക്കെയാണ് സൈസ്. ഈ സൈസ് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ കോൺടാക്റ്റ് വാട്സപ്പിൽ വന്നാൽ മതി. പിന്നെ ഈ പ്ലാന്റ്സ് നിങ്ങൾ ഒരിക്കലും ചട്ടിയിൽ നടണ്ട. നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു മരം ഉണ്ടായിരിക്കില്ലേ, ഒരു മര കഷ്ണം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചകിരിയുടെ ഉള്ളു പീസ് എടുത്തിട്ട് അത് ഒരു നൂലുകൊണ്ടാ അല്ലെങ്കിൽ ചേട്ടോണ്ടാ കെട്ടി വെച്ചാൽ മതി. ഒരു മരത്തിൻ്റെ ഒരു പീസുമേ. അതുകൊണ്ട് ഇത് നമ്മളൊരു വലിയ പോട്ടിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞേ പ്ലാന്റ് അല്ലേ കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അത് ഹെൽത്തി ആയി കഴിയുമ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ വലിയ ഊട്ടൊക്കെ വന്ന് കഴിയും, അല്ല ഊട്ടും കുഞ്ഞ പ്ലാന്റ് കുക്കീസൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റി നട്ടോ. ഇപ്പോൾ നിങ്ങൾ മരത്തുമ്പോൾ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ട് വേറെ ഒന്നും എനിക്ക് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലും മതി. ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് 20 പ്ലാന്റ്സ് കോംബോയാണ്. ഒരു പ്ലാന്റ്സിന് 25 രൂപയാണ് വരുന്നത്. അങ്ങനെ 20 പ്ലാന്റ്സ് കോംബോ എടുക്കണം, 20 പ്ലാന്റ്സ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷണലാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ. 24 hours മിക്കവരും ചെയ്ത് സെറ്റ് വെച്ചേക്കണം അവരെ വാട്സപ്പിൽ. അപ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെയും കൂടി പോവാണ്. താല്പര്യം കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.